നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈറ്റിന്റെ ആദരം. മുബാറക് അൽ കബീർ മെഡൽ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ഇന്ത്യക്ക് ലഭിച്ച ആദരമെന്ന് പ്രധാനമന്ത്രി വിവിധ ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ് അമീർ ഷെയ്ഖ് മൊഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ്, കുവൈറ്റ് കിരീടാവകാശി സബാഹ് അൽ ഖാലിദ് അൽ സബാഹ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ, കൃഷി, പ്രതിരോധം തുടങ്ങി വിവിധ മേഖലകളിൽ കരാറുകളിൽ ഒപ്പുവച്ചു. 4 ഉഭയകക്ഷി കരാറുകളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ബയാൻ പാലസിലെത്തിയ പ്രധാനമന്ത്രി ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. കുവൈറ്റ് പരമോന്നത ബഹുമതിയായി നൽകുന്ന മുബാറക് അൽ കബീർ മെഡൽ കുവൈറ്റ് അമീർ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. രാജ്യത്തിന് ലഭിച്ച ആദരമെന്ന് പ്രധാനമന്ത്രി. 1500ഓളം ഇന്ത്യൻ പൗരന്മാരുള്ള കുവൈറ്റിലെ മിന അബ്ദുള്ളയിലെ ഗൾഫ് സ്പീക്ക് ലേബർ ക്യാമ്പ് പ്രധാനമന്ത്രി സന്ദർശിച്ചു. ക്യാമ്പിലെ തൊഴിലാളികളുമായി സംവദിച്ച പ്രധാനമന്ത്രി അവർക്കൊപ്പം ലഘുഭക്ഷണവും കഴിച്ചാണ് മടങ്ങിയത്. 24 ഡൽഹി. UAE-ലെ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി വൈദ്യപരിശോധന മാർഗനിർദ്ദേശം പുറത്തിറങ്ങി UAE ആരോഗ്യ മന്ത്രാലയം. സ്കൂളുകളിൽ ആരോഗ്യ പരിപാലനം രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുക ലക്ഷ്യത്തോടെയാണ് നടപടി. വിദ്യാർത്ഥികളുടെ സമഗ്ര വിവരങ്ങൾ ചേർത്ത് ദേശീയ ഡാറ്റാബേസ് നിർമ്മിച്ചാണ് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നടപടികൾ അധികൃതർ കൈക്കൊള്ളുന്നത്. ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയവയുമായി സഹകരിച്ച് ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയമാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുക. ദുബായിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ മാർഗരേഖ അധികൃതർ പുറത്തുവിട്ടു. ഓരോ വിദ്യാർത്ഥിയുടെയും ആരോഗ്യ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയാണ് നടപടി. ലോകാരോഗ്യ സംഘടനയുടെയും യുണൈറ്റഡ് നാഷണൽ ചിൽഡ്രൻസ് ഫണ്ടിന്റെയും മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായാണ് ദേശീയ ഡാറ്റാബേസ് സ്ഥാപിക്കുക. സർക്കാരിന്റെ മാർഗനിർദ്ദേശമനുസരിച്ച് നടത്തിയ രോഗപ്രതിരോധ ബോധവൽക്കരണ പരിപാടികളെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകണമെന്നും പൊതുജനാരോഗ്യ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ അബ്ദുൾ റഹ്മാൻ അൻറാദ് ചടങ്ങിൽ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആരോഗ്യ ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിന് രാജ്യത്തുടനീളം ഏകീകൃത പരിശോധനയും നിരീക്ഷണം ശക്തമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. ഹെസാ സ്ട്രീറ്റിൽ നിന്ന് അൽഖൈൽ റോഡിലേക്കുള്ള പുതിയ പാലം തുറന്ന റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഇതോടെ ഹെസാ സ്ട്രീറ്റിൽ നിന്ന് അൽഖൈൽ റോഡിലേക്കുള്ള യാത്രാ സമയം 15 മിനിറ്റിൽ നിന്ന് 3 മിനിറ്റായി കുറയുമെന്നും RTA അറിയിച്ചു. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ഗതാഗതവും ഇതുവഴി സുഗമമാക്കാനാകും. ഹെസാ സ്ട്രീറ്റ് വികസന പദ്ധതിയുടെ 54% പൂർത്തിയായതായും RTA വ്യക്തമാക്കി. 4 ജംഗ്ഷനുകളുടെ നവീകരണം ഉൾപ്പെടുന്ന 689 ദശലക്ഷം ദിർഹത്തിന്റെ വികസന പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. ശക്തി തിയേറ്റേഴ്സ് ഷാബിയ മേഖലയുടെ കുടുംബസംഗമം അബുദാബിയിൽ നടന്നു. ഉണർവ് 2024 എന്ന പേരിൽ അബുദാബി മുസഫ 45-ലായിരുന്നു പരിപാടി. ഡോക്ടർ സൗമ്യ സരിൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് 30 വർഷം പ്രവാസ ജീവിതം പൂർത്തിയാക്കിയ ശക്തി അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. പ്രവാസികളുടെ ഇടയിൽ നോർക്ക റൂട്ട്സിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് സബീന അൻവറും ശൈത്യകാല രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ രാഹുൽ രാജിന്റെ നേതൃത്വത്തിലും ക്ലാസുകൾ നടന്നു. ശക്തി പ്രസിഡന്റ് KV ബഷീർ, കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് ബീരാൻകുട്ടി എന്നിവർ സംസാരിച്ചു. ഖത്തർ ദേശീയ ദിനത്തോടനുബന്ധിച്ച് OICC ഇൻകാസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഏഷ്യൻ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രവാസികൾ അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അടയാളപ്പെടുത്തുന്നതായിരുന്നു ഇത്തരം ക്യാമ്പുകളെന്ന് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ അധ്യക്ഷൻ സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. 500ഓളം പേർ പങ്കെടുത്ത ക്യാമ്പിൽ രക്തത്തിലെ ഗ്ലൂക്കോസ്, കൊളസ്ട്രോൾ, നേത്രപരിശോധന, ദന്തപരിശോധന തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിരുന്നു. ദിലീപും നാദിർഷായും ഒന്നിക്കുന്ന ഫാൽക്കൺ ഫിറ്റ്നസ് ആഘോഷ പെരുന്നാൾ 2025 സ്റ്റേജ് ഷോയുടെ പോസ്റ്റർ പ്രകാശനം ദോഹയിൽ നടന്നു. ദോഹ സ്റ്റേജും മൈക്രോലാൻഡും സംയുക്തമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ചെറിയ പെരുന്നാളോടനുബന്ധിച്ച് മാർച്ച് 31 നടക്കുന്ന പരിപാടിയിൽ രമേശ് പിഷാരടി, ധർമ്മജൻ, നിഖില വിമൽ, ഷെയ്ഖ, രഞ്ജിനി ജോസ്, ഡയാന ഹമീദ് തുടങ്ങിയവരും പങ്കെടുക്കും. ദോഹ റെജൻസി ഹാളിൽ നടന്ന മേരി ആവാസ് സുനോ സംഗീത പരിപാടിയിലാണ് പോസ്റ്റർ പ്രകാശനം ചെയ്തത്. റാസ ബീഗം അവതരിപ്പിച്ച ഗസൽ സംഗീത നിശ ഏറെ ശ്രദ്ധ നേടി. മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസത്തിനുള്ള കരട് പദ്ധതി മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. ദുരന്തത്തിനിരയായവരെ പുനരധിവസിപ്പിക്കാനുള്ള 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. പദ്ധതിക്ക് വ്യാഴാഴ്ച മന്ത്രിസഭ അംഗീകാരം നൽകും. വയനാട് പുനരധിവാസ പദ്ധതിയുടെ അവതരണത്തിന് വേണ്ടിയാണ് ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നത്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പുനരധിവാസ പദ്ധതിയുടെ കരട് മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. പവർ പോയിന്റ് പ്രസന്റേഷനിൽ വീടുകളുടെ ഡിസൈൻ അടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കി. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. ഒന്ന് കൽപ്പറ്റയിലും മറ്റൊന്ന് മേപ്പാടി നെടുമ്പാലയിലുമാണ്. 2 ടൗൺഷിപ്പുകളും ഒറ്റഘട്ടമായി പൂർത്തിയാക്കും. 1000 സ്ക്വയർ ഫീറ്റുള്ള ഒറ്റനില വീടുകളാണ് നിർമ്മിച്ചു നൽകുക.
എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ടൗൺഷിപ്പുകൾക്ക് 750 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പുനരധിവാസത്തിന് സഹായം വാഗ്ദാനം ചെയ്തവരുടെ വിശദാംശങ്ങളും കരട് പദ്ധതിയുടെ ഭാഗമായി അവതരിപ്പിച്ചു. സഹായം വാഗ്ദാനം ചെയ്ത 38 പേരുമായി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കും. 50 വീടുകൾ മുതൽ വാഗ്ദാനം ചെയ്തവരെ പ്രധാന സ്പോൺസർമാരായി കണക്കാക്കും. പുനരധിവാസ പദ്ധതി അടുത്ത വ്യാഴാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത് അംഗീകരിക്കും. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുന്ന തീരുമാനവും മന്ത്രിസഭ കൈക്കൊള്ളും. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. അപാകതകൾ നിറഞ്ഞ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ കരട് പട്ടികയെ ചൊല്ലി പ്രതിഷേധം തുടരുന്നു. ഉദ്യോഗസ്ഥരുടെ ഉദാസീനതയുടെ ഫലമാണ് പട്ടിക എന്ന വിമർശനമാണ് ദുരന്ത ബാധിതരുടേത്. കുട്ടികൾ പോലും ഇതിലും വൃത്തിയായി പട്ടിക തയ്യാറാക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരിഹാസം. മുണ്ടക്കയും ചൂരൽമലയും കണ്ട വലിയ ദുരന്തത്തെക്കാൾ വലിയ ജീവൽപദസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യർ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അതിലും വലിയ ഒരു ദുരന്തമാകും. അത്രത്തോളം ദയനീയാവസ്ഥയിൽ കഴിയുന്ന പാവങ്ങളെ നമ്മൾ ഇവിടെ പിന്നെയും കാണുകയാണ്. ഓരോരുത്തരും നമ്മളോട് സങ്കടം പറയുകയാണ്. 388 പേരുടെ പ്രാഥമിക പട്ടികയാണ് പുനരധിവാസത്തിന്റെ ഒന്നാം ഘട്ടമായി സർക്കാർ പുറത്തുവിട്ടത്. മാനന്തവാടി സബ് കളക്ടർ തയ്യാറാക്കിയ പട്ടികയിലാകട്ടെ സർവത്ര കുഴപ്പങ്ങൾ, 70-ലേറെ ഇരട്ടിപ്പുകൾ, പട്ടികയിൽ ഇടം പിടിച്ച അനർഹർ, യോഗ്യതയുണ്ടായിട്ടും തഴയപ്പെട്ടവർ. പുനരധിവാസത്തിന്റെ ആദ്യ നടപടിയിൽ തന്നെ കല്ലുകടി. വേഗം വേണം പുനരധിവാസം എന്ന 24 ക്യാമ്പയിനോട് ദുരന്തബാധിതരുടെ പ്രതികരണം ഈ വിധം. 300 രൂപ ഇതുവരെയായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ വാടക കൃത്യമായി കിട്ടുന്നുണ്ട്, 6000 രൂപ. പിന്നെ ചികിത്സാ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് 50,000 രൂപ മാത്രമേ കയറിയിട്ടുള്ളൂ. വൈഫിൻ്റെ വലത്തെ കൈ നഷ്ടപ്പെട്ടാണ്. നമുക്കൊരു വീടാണ് ആഗ്രഹം, പിന്നെ അതിൻ്റെ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. സർക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കല്ലാതെ വേറെ ഒന്നും ആയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പട്ടികയെ വിമർശിച്ചത് ഈ വിധം. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ധാർഷ്ട്യമാണ്, പണം കൊടുക്കില്ല എന്നുള്ളത്. സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരില്ലായ്മയാണ്. 4.5 മാസമായി അവിടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പരിമിതമായ ആളുകളാണ് ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ. ആ ദുരിതബാധിതരുടെ പട്ടികയിൽ പോലും 100 പേരുടെ പേര് ഇരട്ടിപ്പാണെന്നാണ്. പാകപ്പിഴ പരിശോധിക്കുമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ 24 ക്യാമ്പയിനോട് പ്രതികരിച്ചു. ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ ഇരട്ടിപ്പ് വന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുക തന്നെ ചെയ്യും. ഇരട്ടിപ്പുണ്ടായാൽ ഒരു കാരണവശാലും ആ പേരുകൾ ആ രേഖയിൽ ഉണ്ടാകില്ല. അത് ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകുന്നു. 2019-ലെ പുത്തുമല ദുരന്തത്തിന്റെ പുനരധിവാസ അനുഭവവും 24 ക്യാമ്പയിൻ വരച്ചുകാട്ടി. ഇത്രമാത്രം ഒരു ദൈന്യത ഇവിടെയുണ്ട്. കാരണം 2 കുടുംബങ്ങളെ മാത്രം ഇതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം. ആ 2 കുടുംബങ്ങൾ ഇവിടെ മഴക്കാലത്തൊക്കെ ഭീതിയോടുകൂടി കഴിയേണ്ട ഒരു സാഹചര്യം. അതൊരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ പുത്തുമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട്. 24 വയനാട്. ഗൾഫ് ഫോക്കസ് തുടരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിൽ വിജയിച്ചത് വർഗീയച്ചേരിയുടെ പിന്തുണയോടെന്ന നിലപാട് ആവർത്തിച്ച് CPM PB അംഗം എ വിജയരാഘവൻ. ന്യൂനപക്ഷ വർഗീയത എതിർക്കുമ്പോൾ അസഹിഷ്ണുതയോടെയാണ് ഇവർ കാണുന്നത്. എത്ര ആക്ഷേപിച്ചാലും കോൺഗ്രസ് നടത്തുന്ന വർഗീയ പ്രീണനയങ്ങളെ തുറന്നു കാണിക്കുമെന്നും എ വിജയരാഘവൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിക്കുന്നു. വയനാട്ടിലെ UDF വിജയത്തിന് പിന്നിൽ മുസ്ലിം വർഗീയ ചേരി എന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷം. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്ന പരാമർശമെന്നാണ് കോൺഗ്രസ് വിമർശനം. ക്രൂരമായ പരാമർശമെന്ന് മുസ്ലിം ലീഗും കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയെന്ന എ വിജയരാഘവന്റെ പ്രസ്താവനയാണ് വീണ്ടും വിവാദത്തിലായത്. വിജയരാഘവനെ CPM തള്ളിപ്പറയണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. CPM ഭൂരിപക്ഷ വർഗീയത ഇളക്കിവിടുന്നുവെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. ഭൂരിപക്ഷ വർഗീയത ലക്ഷ്യം വെച്ച് ഒന്നിനു പിറകെ ഒന്നായിട്ട് CPMന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്നത് അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന പരിപാടിയാണ്. പരാമർശത്തിൽ CPM ദേശീയ നേതൃത്വം പ്രതികരിക്കണമെന്ന് KC വേണുഗോപാൽ. അത് CPM പോളിറ്റ് ബ്യൂറോ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. വിജയരാഘവൻ ഇപ്പം വർഗീയ രാഘവനായിട്ട് മാറിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വിജയരാഘവനെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് തിരുത്തുന്നില്ലെന്ന K സുധാകരൻ. മുഖ്യമന്ത്രിയും അതിൽപ്പെട്ടയാളാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ BJPയുടെയും CPMന്റെയും അന്തർധാര രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് കേരളത്തിലെ പോളിറ്റിക്സ് മുങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ കേരളത്തിൽ വർഗീയ വിഭജനമുണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നാണ് പ്രസ്താവനകളിലൂടെ UDF ആവർത്തിക്കുന്നത്. ഇതിനെതിരെ പ്രചാരണം ശക്തമാക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസിനുള്ള അധികാര വടംവലി പരസ്യമാകുന്നു. VD സതീശനെ കടന്നാക്രമിച്ചും രമേശ് ചെന്നിത്തലയെ തലോടിയുമുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയോട് നേതാക്കളുടെ പ്രതികരണം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്.
മുഖ്യമന്ത്രിയാകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണ് അയോഗ്യതയെന്ന് കെ സുധാകരനും മുഖ്യമന്ത്രി കാര്യത്തിൽ സമുദായ സംഘടനകൾക്ക് അഭിപ്രായമാകാമെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസിൽ നടക്കുന്ന അധികാര വടംവലിയിൽ സമുദായ നേതൃത്വവും കക്ഷി ചേരുന്നതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ. വിമർശനങ്ങൾ ഉൾക്കൊള്ളുമെന്ന സതീശന്റെ പ്രതികരണം വന്നിട്ടും വീണ്ടും പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചുള്ള വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനങ്ങൾ ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. കോൺഗ്രസ് തന്നെ നശിപ്പിക്കാനല്ലേ ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ സ്വയം പ്രമാണിയാകാൻ ശ്രമിക്കുമ്പോൾ സ്വയം പ്രാണിയായി മാറുകയാണ്. അഹങ്കാരത്തിന് കൈകാലം വെച്ചതാണ്. പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെ ശക്തമായി വിമർശിച്ച നേതാവാണ് വി ഡി സതീശൻ. എന്നാൽ പ്രതിപക്ഷ നേതൃപദവി ആവശ്യപ്പെടുന്ന സമവായത്തിന്റെ ശൈലി സ്വീകരിച്ചിരിക്കുന്ന സതീശൻ സമുദായ നേതാക്കളുടെ വിമർശനങ്ങൾ തണുപ്പിച്ചെടുക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എല്ലാ ഹൈന്ദവ സംഘടനകളെയും സംഘപരിവാർ വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ച് നിന്ന നേതൃത്വമാണ് NSSനുള്ളത്. അത് ഞാൻ 2022-ലും 2023-ലും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്നോട് എനിക്ക് NSSുമായിട്ട് വല്ല എതിർപ്പുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത് ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് സമാനമായി സാമുദായിക പിന്തുണ ഉറപ്പിച്ചാണ് 2026 മത്സരത്തിനുള്ള രമേശിന്റെ തയ്യാറെടുപ്പ്. വെള്ളാപ്പള്ളിയെ തള്ളാതെയുള്ള രമേശിന്റെ പ്രതികരണങ്ങൾ അത് വ്യക്തമാണ്. നമ്മുടെ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ പാർട്ടിയാണ്. പക്ഷേ സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒന്നിനും അയോഗ്യതയുള്ള ആളല്ല ചെന്നിത്തല എന്ന പ്രതികരണവുമായി KPCC അധ്യക്ഷനും അധികാര വടംവലിയിൽ കക്ഷി ചേർന്നു. അദ്ദേഹത്തിന് അയോഗ്യത ആർക്കും വ്യക്തിപരമായി ആർക്കും അഭിപ്രായം പറയാലോ. വലുത് തെറ്റ്. രമേശ് ചെന്നിത്തല ഇന്നലെ വന്ന രാഷ്ട്രീയക്കാരനൊന്നും അല്ലല്ലോ. KSUവിൽ നിന്ന് വന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ആളിനെയാണ് അദ്ദേഹം. അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടുന്നതിനായി പ്രയത്നിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ച് പോരടിക്കുന്നത് UDFന് ഗുണം ചെയ്യില്ല. ഇക്കാര്യങ്ങൾ ഘടകകക്ഷികൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഇടുക്കി കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു തോമസ് ജീവനൊടുക്കിയതിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം VR സജിക്കും ബാങ്ക് ജീവനക്കാർക്കുമെതിരെ നിലപാട് കടുപ്പിച്ച് കുടുംബം. കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന ആവശ്യവുമായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി രംഗത്തെത്തി. സാബുവിനോടുള്ള പെരുമാറ്റത്തിൽ ജീവനക്കാർക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് MJ വർഗീസിന്റെ നിലപാട്. CPIM ജില്ലാ കമ്മിറ്റി അംഗം VR സജിക്കെതിരെയും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന 3 പേർക്കെതിരെയും ആരോപണം കടുപ്പിക്കുകയാണ് സാബു തോമസിന്റെ കുടുംബം. 1.5 വർഷം സാബുവും താനും അനുഭവിക്കേണ്ടി വന്ന യാതനകൾ പോലീസിനോട് പറഞ്ഞുവെന്ന് മേരിക്കുട്ടി. ആരോപണ വിധേയരായ ജീവനക്കാർക്കെതിരെ ബാങ്ക് ഭരണസമിതി അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. ആത്മഹത്യാ പ്രേരണ കുറ്റം അതിനകത്ത് എഴുതിയേക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട് അന്ന് നടന്നത്. അന്നത്തെയാണ് ഏറ്റവും വലിയ സ്റ്റോക്കായത്. പിന്നെ VR സജിയുടെ ഭീഷണി ഭയങ്കരമായിട്ട്. ഇപ്പൊ അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ. അതാണ് ഞങ്ങളുടെ ആവശ്യം. പൈസ കിട്ടണം, നീതി ലഭിക്കണം, കുറ്റക്കാരെ ശിക്ഷിക്കണം. ജീവനക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ആവർത്തിക്കുകയാണ് ബാങ്ക് പ്രസിഡന്റ് MJ വർഗീസ്. ആരോപണ വിധേയരാണെങ്കിലും ജീവനക്കാർക്കെതിരെ ഉടനെ നടപടി ഉണ്ടാവില്ല. ആരും കുഴപ്പക്കാരല്ല, സാറിന്റെ സാബുവും കുഴപ്പക്കാരല്ല, അവരുടെ കടയൊക്കെ ഞാൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ ഇതാണ് എന്തോ മിസ്സിംഗ് വന്നു, സമയം കണക്കൂട്ടിയ ഞാൻ കണക്കൂട്ടിയുള്ളൂ. വൈകിയാണെങ്കിലും സാബുവിന്റെ വീട്ടിലെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിൻ VR സജിയുടെ ഭീഷണിയെ തള്ളിപ്പറഞ്ഞില്ല. നമ്മളൊരാളെ ഒരു കാര്യത്തിന് വേണ്ടി പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ വസ്തുതകളെ കൃത്യത കൂടി പരിശോധിക്കുന്ന ഒരു സന്ദർഭത്തിലാണല്ലോ നിൽക്കുന്നത്. എന്ത് സംഭവിച്ചാലും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളെയും നിഷ്പക്ഷമായ അന്വേഷണത്തിന്റെ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. തെളിവുകൾ ശേഖരിച്ച ശേഷം FIRൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കുമെന്ന് ഇടുക്കി SP TK വിഷ്ണുപ്രദീപ് വ്യക്തമാക്കി. സാബുവിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി പോലീസിന് കൈമാറി. 24 ഇടുക്കി. ഗൾഫ് ഫോക്കസ് തുടരുന്നു. ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിലും വീടുകളിലും സന്ദർശനം നടത്താൻ BJP. ഡൽഹി നഗരത്തിലെ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ നാളെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലക്കലുമായി MT രമേശ് കൂടിക്കാഴ്ച നടത്തി. മുമ്പും ക്രിസ്മസ് നാളുകളിൽ BJP നേതാക്കൾ ക്രൈസ്തവ ദേവാലയങ്ങളിലും വീടുകളിലും സന്ദർശനം നടത്തിയിരുന്നു. ക്രൈസ്തവ വിഭാഗത്തെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുകയാണ് ലക്ഷ്യം. നാളെ വൈകിട്ട് ഡൽഹി നഗരത്തിലെ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. CBCIയുടെ ക്ഷണമനുസരിച്ചാണ് സന്ദർശനം. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ക്രിസ്മസ് ദിനത്തിൽ വിവിധ ദേവാലയങ്ങളിലെത്തി വിശ്വാസികളെ കാണും. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് BJP നേതാക്കളുടെ ദേവാലയ സന്ദർശനം. കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ കണ്ട് പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശം MT രമേശ് അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശം പിതാവിനുമായി കൈമാറാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷമായിട്ട് BJP സംസ്ഥാനത്ത് സ്നേഹയാത്ര എന്ന പേരിൽ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ സന്ദർശിക്കുന്ന ഒരു പ്രോഗ്രാം നടത്തി വരികയാണ്. കഴിഞ്ഞ ക്രിസ്മസിലും ഈസ്റ്ററിലും
ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഈ പ്രാവശ്യവും കേരളത്തിലെ എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളിലും ക്രിസ്മസ് ആശംസാ കാർഡുമായിട്ട് പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആശംസാ കാർഡുമായി ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. ദേവമാതാ കത്തീഡ്രലിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. ഇരുവരും ചേർന്ന് കേക്ക് മുറിച്ചു. തെരഞ്ഞെടുപ്പുകളിൽ ക്രൈസ്തവ മേഖലകളിൽ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസവും ഈ സന്ദർശനത്തിന് പിന്നിലുണ്ട്. 24 കോഴിക്കോട്. വനസംരക്ഷണ നിയമ ഭേദഗതിയിൽ മുഖ്യമന്ത്രി അതൃപ്തി അറിയിക്കാൻ കേരള കോൺഗ്രസ് എം. പാർലമെന്ററി പാർട്ടി നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണും. സഭാ നേതാക്കൾ പോലും എതിർപ്പ് അറിയിച്ച സാഹചര്യത്തിലാണ് നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണുന്നത്. നിയമ ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിന്റെ 24നോടുള്ള പ്രതികരണം. വനപാലകർക്ക് കൂടുതൽ അധികാരം നൽകുന്ന വനസംരക്ഷണ നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ എതിർപ്പാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. മലയോര മേഖലയിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ സഭയും നിലപാട് കടുപ്പിച്ചതോടെയാണ് കേരള കോൺഗ്രസ് എം പ്രതിസന്ധിയിലായത്. വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാൻ ഉടനടി പാർലമെന്ററി പാർട്ടി യോഗം ചേരും. ജോസ് കെ മാണി നാളെ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ കാണും. ഭേദഗതിക്കെതിരെ അണികൾക്കിടയിലും വലിയ എതിർപ്പുണ്ട്. സഭയും വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. MLA-മാർ വിഷയം വിശദമായി പഠിക്കണമെന്നും നിയമസഭയിൽ ഭേദഗതിയെ എതിർക്കണമെന്നും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ 24നോട് പറഞ്ഞു. ഗവൺമെന്റുകൾ അതിനെ അഡ്രസ്സ് ചെയ്യണം. അതല്ലാതെ നമ്മളിങ്ങനെ എന്തൊക്കെയോ നിയമങ്ങളുടെ പേര് പറഞ്ഞ് വന്യമൃഗ സംരക്ഷണവും പ്രകൃതി സംരക്ഷണവും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവിടെ മനുഷ്യന് ജീവിക്കണ്ടേ? ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് തന്നെ പ്രതിഷേധമുയർത്തുന്ന സാഹചര്യത്തിൽ നിയമ ഭേദഗതി സർക്കാരിന് വെല്ലുവിളിയാകും. കേരള കോൺഗ്രസ് നിലപാട് പ്രതിപക്ഷവും ഉയർത്തിക്കാട്ടിയേക്കാം. ടോബി ജോൺസൺ, 24 കോട്ടയം. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.